ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഒരു പപ്പടം വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു കറി. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പപ്പടം വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പപ്പടം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 പപ്പടമാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് എല്ലാതും പൊരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ ഈ സവാള ഇതുപോലെ വേണം പൊടി പൊടിയായിട്ട് കിട്ടാൻ. നീളത്തിൽ അരിയാതെ ചോപ്പറിലിട്ട് വലിച്ചാൽ ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചോപ്പർ ഇല്ലാത്തവർ കത്തി വെച്ച് കുനുകുന അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 4 ചുള ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തത് നമുക്കിതിലേക്കിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടി കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ വേണം കേട്ടോ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. ഞാനിവിടെ ചെറിയ തക്കാളികളാണ്, നാടൻ തക്കാളി വലിപ്പം കുറവായതിനാൽ ഒരു 3 തക്കാളി എടുത്ത് അരിഞ്ഞിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വഴറ്റാൻ ആവശ്യമായിട്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് നമുക്ക് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടി തുറക്കാം. തക്കാളിയും മസാലയും എല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഞാനിവിടെ ഒരു 2-3 സെക്കൻഡ് നേരം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 സെക്കൻഡിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ കറി തയ്യാറാക്കാൻ. ഞാൻ എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് കറി തയ്യാറാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കറി നന്നായി തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഉപ്പ് എരിവ് ഒക്കെ നോക്കാം കേട്ടോ. ഇനി നമുക്ക് വറുത്തെടുത്ത പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കറി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ ഒരു 5 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ പപ്പടം നല്ല കുഴഞ്ഞ പോലെ വരും. അപ്പോൾ നമ്മുടെ ഈ കറി
ഒന്ന് കുറുകി വരും കേട്ടോ. ഞാനിതാ ഇവിടെ അടച്ച് വെച്ചു. ഇനി നമുക്കൊരു 5 സെക്കൻഡ് മതി കേട്ടോ. 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ കറി ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിൻ്റെ മീതേക്ക് വിതറി കൊടുത്തത്. നന്നായിട്ട് തന്നെ തവി വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുമുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് തുറന്ന് നോക്കിയാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, നന്നായി കുറുകി വന്ന നമ്മുടെ ഈ കറി നോക്കൂ. വളരെ രുചികരമായ ഒരു കറിയാണിത്. ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചിയുള്ള കറി. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.